ധ്യാനവും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴുള്ളൊരു ഹോട്ട് ഡിസ്കഷനാണ് രോഗശാന്തിയെക്കുറിച്ച്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ധ്യാന ഗുരുക്കന്മാർ ചില പേരുകൾ വിളിച്ച് പറയുന്നത്, ഇന്നയാൾക്ക് കർത്താവ് ഇന്ന രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതൊക്കെ തുടരെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചില പേരുകൾ വിളിച്ചിട്ട് ഇയാൾക്ക് രോഗമുണ്ടാകില്ല എന്ന് കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രോഗമൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ധ്യാനകേന്ദ്രങ്ങളിലെയും പ്രാർത്ഥനകളിലെയും രോഗശാന്തിയും യാഥാർത്ഥ്യം തന്നെയാണ്, സൗഖ്യവും യാഥാർത്ഥ്യമാണ്. ഈ രോഗവും സൗഖ്യവും തമ്മിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ചില കോൺഫ്ലിക്റ്റുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അച്ഛാ, ഒത്തിരി കൺഫ്യൂഷനുള്ള കാര്യമാണ് ഈ രോഗശാന്തി. നമ്മൾ കേൾക്കുന്ന ഈ രോഗശാന്തി ശരിക്കും സത്യമുള്ളതാണോ? ക്രിസ്തു ഇപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നടക്കുന്ന രോഗശാന്തികളിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും സത്യമുണ്ട്. അതാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം. കാരണം നമുക്ക് ബൈബിളിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു രോഗികളെ ഇങ്ങനെ സുഖപ്പെടുന്നതായിട്ടാണ്. ആ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ വൈദ്യശാസ്ത്രത്തിനുപരിയായിട്ട് രോഗസൗഖ്യം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷനാണ്. അതൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് രോഗശാന്തി ഉണ്ട് എന്ന് പറയുകയല്ല, ആ കോൺട്രഡിക്ഷൻ വരാതെ സംസാരിക്കാൻ വേണ്ടി. മറിച്ച് എന്താണ്, അതൊരു യാഥാർത്ഥ്യമാണ്. രോഗശാന്തികൾ അസംഖ്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു പ്രശ്നം നമുക്കറിയാം. ഇത് പലപ്പോഴും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ രോഗശാന്തിയായിട്ട് ചിലരൊക്കെ മനഃപൂർവ്വം തന്നെ അവതരിപ്പിക്കുന്നുണ്ടാകാം. പിന്നെ ചിലര് താൽക്കാലികമായ തോന്നലുകളെ വലിയ സൗഖ്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഇത് ഒരു തരത്തിൽ ഒരുപാട് ഒരു ഡെമോൺസ്ട്രേഷനായിട്ടൊക്കെ നീണ്ടു പോകുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഉത്തരം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് രോഗശാന്തി ഉണ്ട്. പക്ഷേ ഏതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള രോഗശാന്തി, ഏതാണ് അല്ലാത്തത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു രോഗശാന്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് അന്വേഷിച്ചു പോയാൽ അതിനൊക്കെ തെളിവുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഭക്തജനങ്ങൾ ഇതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നു, വിശ്വസിക്കുന്നു. കുറച്ചു പേര് ഇതെല്ലാം അപ്പാടെ തള്ളിക്കളയുന്നു, നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറഞ്ഞ്. നമുക്കിതിന് രണ്ടിനും പോണ്ട. ഈ പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷെ ഒന്നുമില്ല എന്ന് പറയുന്നതും ശരിയല്ല. മറിച്ച് നമുക്കതിനിടയ്ക്കൂടെ ഒരു പഠനം നടത്തിയാൽ എല്ലാം തള്ളിക്കളയാൻ പറ്റില്ല. ഈ കണ്ട ലോകം മുഴുവനുള്ള എല്ലാ ആൾക്കാരും എന്നെ കർത്താവ് സുഖപ്പെടുത്തി, എന്നെ സ്പർശിച്ചു, എൻ്റെ രോഗം മാറി, വിട്ടുമാറാത്ത വൈദ്യശാസ്ത്രത്തിന് മാറ്റാൻ കഴിയാത്ത സൗഖ്യം എനിക്ക് കിട്ടിയെന്ന് പറയുമ്പം ഇതിനെ എല്ലാം തള്ളിക്കളയണമെങ്കിൽ അതൊരു സംശയമല്ല, ഒരുപക്ഷെ ഒരു സംശയ രോഗമെന്ന് പറയേണ്ടി വരും. അപ്പം രണ്ടുമുണ്ട്. ഇനി തെളിവെന്താണെന്നൊക്കെ ചോദിച്ചാൽ ഈ ആൾക്കാർ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾക്ക് ഉപരിയായിട്ട് കുറേ സയൻറ്റിഫിക്കായിട്ട് പ്രൂവണായിട്ടുള്ള രോഗശാന്തികളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്കറിയാമല്ലേ, പല വിശുദ്ധരുണ്ട്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി, സെന്റ് ആന്റണി, അങ്ങനെ പലരും. പക്ഷെ സഭയ്ക്കൊരു ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ആൾക്കാർ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, അദ്ദേഹം ധന്യനാകുന്നു, ദൈവദാസനാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ ചില ഭാഗങ്ങളാണ്. ഈ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന അവസാന ഘട്ടങ്ങളിൽ വരുമ്പം രണ്ട് മിറക്കിൾ അവരുടെ പേരിൽ ഉണ്ടാകണം. ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ച് രണ്ട് സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള മിറക്കിൾ. ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സർട്ടിഫൈഡ് മിറക്കിൾ, അതായത് വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താനാവാത്ത ചില രോഗങ്ങൾ സുഖപ്പെട്ടു എന്നുള്ളത്.
ഈ കാനനൈസേഷൻ പ്രോസസ്സ് നീണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണം ഇതൊന്നും പലപ്പോഴും ആൾക്കാർക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മിറക്കിൾ. ബാക്കിയെല്ലാം ശരിയാണ്, അദ്ദേഹം വിശുദ്ധൻ തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു മനുഷ്യനും അപ്പുറം ഒരു ദൈവ മനുഷ്യനായി എന്ന് എടുത്തു പറയാൻ തക്കവിധം ഒരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ സംഭവിക്കണം. അപ്പം നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന എല്ലാ വിശുദ്ധരുടെയും പേരിൽ ഏറ്റവും മിനിമം 2 സയന്റിഫിക്കലി പ്രൂവണായിട്ടുള്ള അത്ഭുതങ്ങളുണ്ട്, മിറക്കിളുണ്ട്. വളരെ അപൂർവമായിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു മിറക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പക്ഷേ 99%. അപ്പോൾ ഈ 2 മിറക്കിൾ മസ്റ്റാണ്. ഇനി അവരുടെ കൂടെ പ്രാർത്ഥിച്ച് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾ അനേകമുണ്ട്. നമ്മൾ കുറേയൊക്കെ കണ്ണടച്ചാലും എല്ലാത്തിൻ്റെയും മുമ്പിൽ കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ഓപ്പണായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ ഈ മേഖലകളിലൂടെയൊക്കെ സെർച്ച് ചെയ്ത് പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും രോഗശാന്തി എന്ന് പറയുന്നത് സത്യമാണ്. കർത്താവ് ഇന്നും സുഖപ്പെടുത്തുന്നു. കാരണം കർത്താവ് അന്ന് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്ന് സുഖപ്പെടുത്താതിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതിന് നമുക്ക് തെളിവുകളുണ്ട്. ഒന്ന് ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അതിലെല്ലാം വേണ്ട. പക്ഷെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും കണ്ണടയ്ക്കാതിരുന്നാൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെയധികം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാനനൈസേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ആയിരക്കണക്കിന് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനയിലൂടെ മിറക്കിൾ സംഭവിക്കുന്നുണ്ടോ, രോഗശാന്തി സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഉണ്ട്. ഇനി അതിൻ്റെ മറ്റു വഴികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അച്ഛാ, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന എല്ലാ രോഗികളും സുഖപ്പെട്ടുവെന്ന്. പക്ഷേ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം കിട്ടുന്നുമില്ല. അതെന്താണ്? വളരെ നിർണായകമായ ഒരു ചോദ്യം അത്. നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം ബൈബിളിൽ നമ്മൾ നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന എല്ലാ രോഗികളും സുഖപ്പെട്ടു, അല്ലേ? പക്ഷേ ഒരു ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ രോഗശാന്തി കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ ധ്യാനകേന്ദ്രത്തിൽ പോയി എല്ലാവരും സുഖപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു മഴ പെയ്ത മഴയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന എല്ലാവരും നനയും. വെയിലാണെങ്കിൽ എല്ലാവർക്കും പൊള്ളും, തണുപ്പാണെങ്കിൽ എല്ലാവർക്കും കുളിരും. പക്ഷേ ധ്യാനകേന്ദ്രത്തിൽ ദൈവം നൽകുന്ന മഴയും വെയിലും എല്ലാം എല്ലാവർക്കും വരും. പക്ഷേ ഈ സൗഖ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ധ്യാനകേന്ദ്രത്തിൽ വരുമ്പം അതെന്താണ് ചിലർക്ക് മാത്രം. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ അതിന് പല പല ചിന്തകൾ കണ്ടുപിടിക്കാം. ചിലർ പറയും ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ബ്രദറിൻ്റെ അടുത്ത് എന്നാൽ ബ്രദർ കൗൺസിലിംഗ് നടത്തിയിട്ട് പറയും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറയും. സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടും സങ്കടം, ഒന്നാമത് രോഗം മാറുന്നില്ല, അതിൻ്റെ സങ്കടമായിട്ട് ചെല്ലുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ പറയും ഞാൻ വിശ്വസിച്ചാണ് ബ്രദറെ പ്രാർത്ഥിച്ചത്. അപ്പോൾ പുള്ളി പറയും ഒരു കാര്യം ചെയ്യും, ഒന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ പറയും. എന്തോന്നാണ് ഈ ആഴത്തിൽ വിശ്വസിക്കാൻ പറയാ? ആഴത്തിലൊരു കുഴിയെടുക്കാൻ പറയാൻ നമുക്കറിയാം. ഈ ആഴത്തിൽ അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? പിന്നെയും പോയി പല്ല് കടിച്ച് ആവേശത്തോടെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയല്ലേ, എന്നിട്ടും നടക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പലരുടെയും പേര് പറയുന്നു, പലരും വന്ന് സാക്ഷ്യം പറയുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുക അല്ലേ? അപ്പോഴാണ് പിന്നെയും ചെല്ലുമ്പോൾ പറയുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? അപ്പോൾ നമ്മൾ പിന്നെയും പോയി കർത്താവെ സമർപ്പിക്കുന്നു, എന്നിട്ടും നടക്കുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ കുഴപ്പമാണ്, എനിക്ക് രോഗശാന്തി കിട്ടുന്നില്ല, ചിലപ്പോൾ എൻ്റെ പാപങ്ങൾ മൂലമാണ് അല്ലേ? ചിലർ അതും കടന്ന് പറയും എൻ്റെ പൂർവികരുടെ പാപങ്ങൾ മൂലമാണ്. അപ്പോൾ എന്താ ഇപ്പം ഈ രോഗശാന്തി കിട്ടിയവരൊക്കെ വിശുദ്ധരായിട്ടാണോ കിട്ടിയത്? അല്ലല്ലോ. അപ്പം അതൊന്നും അല്ല കാര്യം. ആദ്യം ആ ഫാക്റ്റ് തന്നെ നമുക്ക് അംഗീകരിക്കാം. എന്താണ്? ധ്യാന കേന്ദ്രങ്ങളിൽ രോഗശാന്തി നടക്കുന്നു, പക്ഷേ എല്ലാവർക്കും രോഗശാന്തി കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് എല്ലാവർക്കും സൗഖ്യം കിട്ടി, അതെന്താണെന്നുള്ളതാണ്. അത് നമുക്കൊന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ പ്രശ്നം സോൾവ് ആകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒറ്റ വായനയിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന എല്ലാ രോഗികളും സുഖപ്പെട്ടു, സത്യമാണ്. പക്ഷെ ഇനി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ പല തരത്തിലായത്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന ഒരു അന്ധനെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം നമ്മൾ കാണുന്നത് യേശു അയാൾക്ക്
കാഴ്ച നൽകി. വളരെ സിമ്പിളായിട്ടാണ്. അയാളെ സ്പർശിച്ചു, കണ്ണുകളിൽ സ്പർശിച്ചു. അല്ലെങ്കിൽ നീ എന്ത് കാണുന്നു എന്നൊക്കെ ചോദിച്ചു. വലിയ താമസമില്ല, അയാൾ കാഴ്ചയായിട്ട് മടങ്ങിപ്പോയി. അപ്പം നമുക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എന്നാൽ രോഗശാന്തി കിട്ടും, കാഴ്ച കിട്ടും. ഇതറിഞ്ഞിട്ടായിരിക്കാം വേറെ കുറച്ച് പേര് വേറൊരു അന്ധനെ കൊണ്ടുവന്നു. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ക്രിസ്തു സുഖപ്പെടുത്തും. പക്ഷെ പെട്ടെന്ന് കണ്ടത് ഈശോ നിലത്ത് തുപ്പി. ഇപ്പം നിലത്ത് തുപ്പി എന്ന് നമ്മൾ പറയുമ്പം വളരെ സിമ്പിളാണ്. പക്ഷേ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ സൗഖ്യത്തിന് ചെന്ന് നിൽക്കുമ്പം ഭൂ എന്നൊരു സ്വരവാ കേൾക്കുന്ന, ആട്ടിത്തുപ്പുന്ന. അപ്പം അയാൾക്ക് വല്ല സൗഖ്യം ഈ മൊമെന്റിൽ കിട്ടിയിട്ടുണ്ടോ? അയാൾ എന്താ വിചാരിക്കുന്നത്? അന്ധനാണ്, സൗഖ്യപ്പെടുത്താൻ വന്നപ്പം വളരെ സ്നേഹത്തോടെ തൊടുമെന്നും സ്നേഹത്തോടെ സംസാരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ കാണാൻ ആട്ടിത്തുപ്പി. അതും പോരാഞ്ഞിട്ട് ചെളി കുഴച്ച് കണ്ണിൽ തേച്ചു. അപ്പൊ ഈ ചെളി കുഴച്ച് കണ്ണിൽ തേച്ചപ്പോൾ സൗഖ്യം കിട്ടിയോ? ഇല്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? കണ്ണിൽ മണലുരസി നീറുന്നു. അങ്ങനെ അയാൾ കണ്ണുനീറ് നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ് സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഇത് ഇയാൾക്ക് കൊടുക്കുന്ന ചിന്ത എന്താണ്? ഇയാൾക്ക് യഥാർത്ഥ സൗഖ്യം കിട്ടിയോ ഈ മൊമെന്റില്? പക്ഷേ കണ്ണിൽ മണലുരസി നിൽക്കുന്നത് കൊണ്ട് അയാൾ പോയി സീലോഹായി പോയി കഴുകി സുഖം പ്രാപിച്ചു. രണ്ടുപേർക്കും സൗഖ്യം കിട്ടി. പക്ഷെ രണ്ടും രണ്ട് തരത്തിലാണെന്ന് നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഒരാളെ അല്പദൂരം നടത്തിയിട്ടുണ്ട് ഈ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. ഇനി ബാക്കിയൊക്കെ നോക്കിയാലോ? ഇതുപോലെ തന്നെയാണ്. ഒരു കൂനിപ്പോയ സ്ത്രീ, അവൾ ചോദിച്ചത് പോലുമില്ല, ഈശോ അടുത്ത് എന്നിട്ട് പറഞ്ഞ് നിവർന്നു നിൽക്കുക, അവൾക്ക് സൗഖ്യം കിട്ടി. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടതേ ഉള്ളൂ, സൗഖ്യം കിട്ടി. പക്ഷെ ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീ പുറകെ നടന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, ദേ ഒരു സ്ത്രീ ഇങ്ങനെ പുറകെ എത്ര കാലമായിട്ട് വരുന്നു. അപ്പൊ ഈശോ പറഞ്ഞ്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞ്, അതെ, നായെങ്കിൽ നായ, അങ്ങനെങ്കിലും തന്നാ മതി. അവൾക്ക് സൗഖ്യം കൊടുത്തു. അപ്പോൾ അവൾക്ക് സൗഖ്യം കൊടുത്തു. 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു. ഈശോ സൗഖ്യം തരാമെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ പോകും വഴി സൗഖ്യം പ്രാപിച്ചു. അപ്പൊ ഇതിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരണം. എന്താണ്? ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ദൈവം എല്ലാവരെയും സുഖപ്പെടുത്തി. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, ഒരു മനുഷ്യനെ തൊട്ട രീതിയിൽ ദൈവം മറ്റൊരാളെ തൊട്ടിട്ടില്ല. തികച്ചും വ്യക്തിപരമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് ഈ സൗഖ്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരാളെ ഓൺ ദ സ്പോട്ട് സുഖപ്പെടുത്തിയെങ്കിൽ ഒരാളെ സീലോഹാവരെ നടത്തി. കുഷ്ഠരോഗികൾ യാത്രാമധ്യേ അവരുടെ ജീവിത യാത്രയിൽ സുഖപ്പെട്ടു. അപ്പൊ ദൈവം എല്ലാരെയും സുഖപ്പെടുത്തി എന്ന് പറയുന്നൊരു കാര്യം മാത്രമല്ല ഇത്, മറിച്ച് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഓരോരുത്തരെയും ഓരോ തരത്തില് പല മാർഗങ്ങളിലൂടെ അവർ സൗഖ്യം നേടുന്നു. അതാണ് ഇതിൻ്റെ കാതലായ സന്ദേശം. ഈ സൗഖ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തു പിശാചിനെ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ദൈവസ്നേഹത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ചില മാർഗങ്ങളാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോഴാണെങ്കിൽ മനുഷ്യന് ദൈവസ്നേഹം അനുഭവിക്കാൻ ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട്. ഇപ്പം വിദേശത്ത് പോകണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം, നമ്മൾ ഇടപെടുന്ന മേഖലകൾ. അന്ന് ഇതൊന്നുമില്ല. ആകപ്പാട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് എന്താണ്? സൗഖ്യം, അല്ലെങ്കിൽ പിശാച് ബാധയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അപ്പം ഈ സ്നേഹത്തിൻ്റെ കാര്യം ഈ സൗഖ്യത്തിലൂടെ പറയുമ്പോൾ അതിലൂടെ പറയുന്നു, ദൈവം എല്ലാവരെയും തൊടുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ തരത്തിൽ. 500 കോടി മനുഷ്യരുണ്ടെങ്കിൽ അതിൽ കോടാനുകോടി മനുഷ്യരെയും തൊട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ തരത്തിലാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്, എന്നെ തൊടുന്നത്. അതുകൊണ്ട് എൻ്റെ രോഗശാന്തിക്ക്, എൻ്റെ ദൈവാനുഭവങ്ങൾക്ക് മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത വഴികളുണ്ട്. എനിക്കത് മറ്റൊരാളോട് കമ്പയർ ചെയ്ത് നോക്കാനും പറ്റാത്ത വഴികളുണ്ട്. അപ്പോൾ ബൈബിളിൽ എല്ലാവരെയും ദൈവം സുഖപ്പെടുത്തി, ധ്യാനകേന്ദ്രത്തിൽ എല്ലാവരെയും സുഖപ്പെടുത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ബൈബിളിൽ എല്ലാവരെയും സുഖപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഒരേപോലെയല്ല, പല മാർഗങ്ങളിലൂടെ. അതുപോലെ നമുക്ക് മനസ്സിലാകാത്ത പല മാർഗങ്ങളിലൂടെ ധ്യാനകേന്ദ്രങ്ങളിലും പള്ളികളിലും പ്രാർത്ഥനയിലും ചെല്ലുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരാളെ അവിടെ വെച്ച്, ഒരാളെ സീലോഹായിൽ വെച്ച്, ഒരാളെ മറ്റു വഴിയരികിൽ വെച്ച്, അങ്ങനെ പല മാർഗങ്ങളിലൂടെ. അതുകൊണ്ട് ധ്യാനകേന്ദ്രങ്ങളിലും യേശുക്രിസ്തു സുഖപ്പെടുത്തുന്നു,
അനുഗ്രഹിക്കുന്നു. പക്ഷേ ബൈബിളിലെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോലെ തികച്ചും വ്യത്യസ്തമായ പല മാർഗങ്ങളിലൂടെ. അപ്പൊ അതിനെ ടോട്ടാലിറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുന്നു, പക്ഷെ ഒരു തരത്തിലല്ല, പല മാർഗങ്ങളിലൂടെ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധ്യാന കേന്ദ്രങ്ങളിൽ രോഗശാന്തി ലഭിക്കുന്നുണ്ട്, സഭ ആശുപത്രികൾ നടത്തുന്നുമുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ലഭിക്കുമെങ്കിൽ എന്തിനാണ് ഈ ആശുപത്രികൾ? അതൊരു രസമുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു കഥ പറയാം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വിശ്വാസിയാണെന്ന് കരുതുന്ന ഒരാൾ ഇങ്ങനെ ടെറസിൻ്റെ മണ്ടയിൽ ഇരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന്, അപ്പോൾ കാണാം ഒരുപാട് വള്ളങ്ങളൊക്കെ അതിനിടയ്ക്ക് തള്ളി കയറ്റി തുഴഞ്ഞ് വന്ന് ആൾക്കാരെയൊക്കെ അവിടുന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഈ വീടിൻ്റെ ഓടിൻ്റെ മേൽക്കൂരയുടെ മണ്ടയ്ക്കിരുന്ന് ഈ വിശ്വാസി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങയിൽ വിശ്വസിച്ച് ജീവിച്ചു, ഈ സമയത്ത് അവിടുന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വള്ളം അടുത്തോട്ട് വന്നു. വാ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞില്ല, എനിക്കെൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ആ വള്ളത്തിരുന്ന ആൾ പറഞ്ഞു, അതാ പറയുന്നത്, വാ കയറ്. ഉടനെ അയാൾ പിന്നെയും പറഞ്ഞു, ഇല്ല, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വള്ളത്തിൽ കയറിയില്ല. അവസാനം ബാക്കി വെള്ളം പൊങ്ങുന്നു, ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതുപോലെ ചില സോക്കോൾഡ് വിശ്വാസികളും ഈ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന മനുഷ്യരും ചിന്തിക്കാറുണ്ട്, എന്താണ്, ദൈവം സുഖപ്പെടുത്തുന്നുവെങ്കിൽ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യകരം പാടില്ല. അതാണല്ലോ, ഈ മനുഷ്യകരമാണ് ഡോക്ടർ, ആ മനുഷ്യകരമാണ് ഹോസ്പിറ്റൽ. ദൈവം രോഗശാന്തി നൽകുമെങ്കിൽ പിന്നെന്തിനാണ് ആശുപത്രി, പിന്നെന്തിനാണ് ഡോക്ടർ? ആ ചോദ്യത്തിന്റെ പിന്നിലെ, അല്ലെങ്കിൽ അത്തരം സംശയങ്ങളുടെ പിന്നിൽ നമുക്ക് കിടക്കുന്ന ഒരു ചിന്ത, ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യകരം? ദൈവം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങളിലൂടെ തന്നെ പോകണം. അതൊരു മനുഷ്യനിലൂടെ, ഒരു മീഡിയേറ്ററിലൂടെയോ സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നതാണ് തെറ്റ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അസംഖ്യം വഴികൾ, ഒരാളെ സുഖപ്പെടുത്താനുള്ള അസംഖ്യം വഴികളിൽ ഒരു നിർണായകമായ മാർഗമാണ് മനുഷ്യകരങ്ങളിലൂടെയുള്ള സൗഖ്യം. വിശുദ്ധ പാദ്രേപ്പിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പാദ്രേപ്പിയോ, അദ്ദേഹം പ്രാർത്ഥിച്ച് എത്രയോ പേര് സൗഖ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത അവസാനമാകുമ്പോഴത്തേക്കും അദ്ദേഹം കാശ് സ്വരൂപിച്ച് വലിയൊരു ആശുപത്രി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ രോഗശാന്തി കിട്ടുന്നുണ്ടതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ പോകരുതെന്നല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് ദൈവം നേരിട്ട് സുഖപ്പെടുത്താൻ തിരുമനസ്സായവര് ഒരച്ഛന്റെ പ്രാർത്ഥനയിലൂടെ, ഇനി ആ പ്രാർത്ഥന പോലും ഇല്ലാതെ സുഖപ്പെട്ടോട്ടെ, എല്ലാവർക്കും ഈ സൗഖ്യം ആവശ്യമാണ്. അവർക്ക് വേണ്ടി മറ്റു ഹോസ്പിറ്റലുകളും ആവശ്യമാണ്. അത് ദൈവ പദ്ധതിക്ക് എതിരല്ല. നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മനുഷ്യകരത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അപ്പൊ ഇത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. അതിൽ രസകരമായിട്ട് പറയുന്നു, വൈദ്യന് ജ്ഞാനം നൽകിയത് ദൈവമാണ്, അതുകൊണ്ട് വൈദ്യനെ നിങ്ങൾ ബഹുമാനിക്കണം. ഈ ഭൂമിയിൽ ദൈവം ഔഷധ സസ്യങ്ങൾ മുളപ്പിച്ചു, ബുദ്ധിയുള്ളവൻ അത് അവഗണിക്കുകയില്ല. ആരാണ് ബുദ്ധിയുള്ളവൻ? അത് അവഗണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇത് ദൈവം തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പല മാർഗങ്ങളിലെ ഏറ്റവും സുപ്രധാനമായൊരു മാർഗമാണ് ഈ വൈദ്യനിലൂടെയുള്ള രോഗസൗഖ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ രോഗശാന്തി കിട്ടുന്നത് കൊണ്ട്
ഹോസ്പിറ്റൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആ തരത്തിലാണ്. ഏതൊക്കെ മാർഗത്തിലൂടെയാണോ നമുക്ക് രോഗശാന്തി കിട്ടുന്നത്, ആ മാർഗങ്ങളെല്ലാം നമുക്ക് അവലംബിക്കാം. പിന്നെ എന്താണ് ധ്യാന കേന്ദ്രങ്ങളിലെ രോഗശാന്തി? അത് പ്രധാനമായിട്ടും വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ പറ്റാത്ത മേഖലയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായ സാധ്യതകൾ കൊണ്ട്, ശാസ്ത്രീയമായ സാധ്യതകൾ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ദൈവമേ, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങനെ ദൈവം സുഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ ദൈവം നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ രോഗശാന്തിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയിലേക്ക് അപ്പം നമ്മൾ പ്രവേശിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാ അത്ഭുതങ്ങളും. ദൈവം എല്ലാവരെയും സുഖപ്പെടുത്തുന്നു. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത പല മാർഗങ്ങളിലൂടെ ദൈവം അന്നും ഇന്നും എല്ലാവരെയും തൊടുന്നു. പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തത്, അത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരെയും തൊട്ടതുപോലെയല്ല ദൈവം എന്നെ തൊടുന്നത്, തികച്ചും വ്യത്യസ്തമായ തരത്തിൽ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ തണലും ഈ കാറ്റും ഈ മഴയും ഒക്കെ നമ്മളെ സ്നേഹിക്കുകയാണ്. ദൈവം ഈ മഴനൂലിലൂടെ നമ്മളെ തൊടുകയാണ്, ഈ കാറ്റിലൂടെ നമ്മളെ തഴുകുകയാണ്. അതുപോലെ തന്നെ സൗഖ്യത്തിനും അത്ഭുതത്തിനും അനേകം വഴികളുണ്ട്. ഒരു ആശുപത്രി മുറിയിലൂടെ, ഒരു ഡോക്ടറിൻ്റെ വിരൽത്തുമ്പിലൂടെ ദൈവം തന്നെ നമ്മളെ തൊടുന്നു.